എത്തിയല്ലോ, സമാധാനായി. എന്തൊരു സ്ഥലമാ ഇത് സബി, എന്തൊരു ദൂരമാ. ഹോ, ഇതാര് കണ്ടുപിടിച്ചാണാവോ? തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചത് പോലുണ്ട്. അവളെ താമസിപ്പിച്ചിരിക്കുന്ന ഇതുപോലെ ഏതെങ്കിലും ഹൈ റേഞ്ചിലായിരിക്കും. ഇതിനൊക്കെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ഒരു കാരണവശാലും നമ്മൾ വന്ന് കാണാതിരിക്കാനായിരിക്കും. കാണുന്നില്ലല്ലോ രവി. മുഹൂർത്ത സമയം നോക്കണ്ടേ നമുക്ക്? ഇപ്പൊ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങോട്ടിരിക്കാം. നീ ഇങ്ങോട്ടിരിക്ക. നൂലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം. അതിനിടയിൽ നമുക്ക് ബസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ രവി. പിന്നെ രവി അപേക്ഷയും കൊടുത്തിട്ടില്ലേ? അങ്ങോട്ട് പോയി വാങ്ങിച്ചാ പോരെ? മതി, അത് ഉടനെ വാങ്ങിക്കണം അവര് പറഞ്ഞേ. അമ്മയ്ക്ക് ആകെ അങ്കലാപ്പ. കുഞ്ഞിനെ എവിടുന്ന് ദത്തെടുക്കുന്നേ? ശിശുക്ഷേമ സമിതിന്നാണോ അതോ വല്ല അനാഥാലയത്തിന്നാണോ? ഹോ, 1000 സംശയങ്ങളാ. അതുകൊണ്ടല്ലേ സബി നമ്മൾ പറഞ്ഞേ ശിശുക്ഷേമ സമിതി എന്നാണ്. അതിനുള്ള പേപ്പറുകളാ ശരിയായിക്കൊണ്ടിരിക്കുന്നേ. അതുടനെ കിട്ടും. അതാ ഞാനും പറഞ്ഞത്, 2 മാസത്തിനുള്ളിൽ കുഞ്ഞിനെ കിട്ടുമെന്ന്. കുഞ്ഞിനെ കിട്ടിയാൽ തന്നെ അത് വെളുത്തതാണോ കറുത്തതാണോ എന്താ എന്നൊക്കെയുള്ള ആദിയാ. അതുകൊണ്ട് അമ്മേ, ഞാൻ ഒരു വിധത്തിലാ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചത്. അത് പിന്നെ കാണാതിരിക്കോ? ദേ നോക്കരുവി, അവരെത്തി. എവിടെ എന്റെ മോള്? ഞാനിന്ന് എടുക്കട്ടെ. വലിയ മോളായല്ലോ, സുന്ദരി മോള്, വലിയ മുത്തായില്ലേ എന്റെ കുട്ടി. കരയല്ലേ. ഓ വാ 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 വാ. അതെ, ആരുടെ കയ്യിലും പോവില്ല ചേച്ചി. എന്റെ കൈച്ചോട് മാറിയ അപ്പ കരച്ചിൽ തുടങ്ങും. ഓഹോ ഹോ, വേണ്ട വേണ്ട വേണ്ട. ഇല്ലല്ലോ, അമ്മയുണ്ടല്ലോ മോളെ. ടൈമായിട്ടാ, മുഹൂർത്തത്തിനുള്ള സമയായി. നമുക്ക് ചിരട് കിട്ടണ്ടേ വേട്ടാ? വേഗം വന്നടാ. എന്താണ് സുന്ദരി? അച്ഛനും അമ്മ ഇരിക്കട്ടോ. കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തോളൂ. കരയില്ലേ കരയില്ലേ കരയില്ലേ. കരയില്ലേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ. വേണ്ടടാ. ഓയ് ഓ ഓ ഓ കരയില്ലേ? ഓ ഓ ഓ ഓ. വേണ്ട വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ. കരയില്ലേ മോളു? ഓ ഓ ഓ ഓ ഓ. വേണ്ട. ഓ 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 ഓ.
ചെല്ലു മോളെ, വാ, വാ. കരയണ്ട. മോളെ, എന്താടാ? ഓ ഓ, ഓ, വേണ്ട വേണ്ട വേണ്ട. ഓ മോള് ക്ഷീണിച്ചുറങ്ങിയിട്ടോ? വിഷമിക്കണ്ടോ, ഇനി കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക്. ഉടനെ കാണാലോ നമുക്ക്. പോയിട്ട് വേണം കാണാലോ. ശരി രവിയേട്ടാ, പോടോ, കാണാട്ടാ. മോള് എന്റെ കയ്യിലോട്ട് തീരെ വരുന്നില്ലല്ലോ രവി. എന്റെ സബി, ശ്രുതിയുടെ നെഞ്ചിലെ ചൂടേറ്റ് കഴിയുന്ന കുഞ്ഞല്ലേ അത്. അത്ര പെട്ടെന്ന് അവള് നിന്റെ കയ്യിലേക്ക് അങ്ങ് ഇണങ്ങൂ? അതിനൊക്കെ സമയമെടുക്കും. എന്നാലും ഒരു സെക്കൻഡ് പോലും സന്തോഷത്തോടെ അവൾ എന്റെ കയ്യിലിരുന്നില്ലല്ലോ. ഇങ്ങനെയാണേ എങ്ങനെയാ അവള് നമ്മുടെ കൈ കഴിയാ? അവളൊന്ന് കണ്ണു തുറന്ന് ചിരിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ശ്രുതി അല്ലാതെ വേറെ ആരെയും അവള് തിരിച്ചറിയാൻ തുടങ്ങിയില്ലല്ലോ. 28 ദിവസമുള്ള കുഞ്ഞ് തന്നെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഓടി വരൂ. അതൊക്കെ എനിക്കറിയാം. എന്നാലും എത്ര മിടുക്കിയായിട്ടാ അവള് ശ്രുതിയുടെ കയ്യിലും മടിയിലും ഒക്കെ ഇരിക്കുന്നത്. അതൊക്കെ സഹജോ സബി, അതങ്ങനെ അങ്ങ് കരുതിയാ മതി. ശ്രുതിയുടെ മുഖത്തും അറിയാം അവൾ ആ കുഞ്ഞിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് പിന്നെ കാണാതിരിക്കോ? അവളുടെ കയ്യിലല്ലേ ആ കുഞ്ഞിപ്പോ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ 1 മാസം കൂടി കഴിയുമ്പോ അതിതിലും കൂടില്ലേ രവി? മോൾക്ക് അവളോടും അവൾക്ക് മോളോടുള്ള സ്നേഹം. എടോ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞുങ്ങള് സ്നേഹിക്കുന്ന കയ്യിലല്ലേ സുഖമായിട്ടിരിക്കുള്ളൂ. അവളിപ്പോ നമ്മുടെ കയ്യിലേക്ക് വരില്ലേ, അപ്പൊ താനും സ്നേഹിക്ക്, അപ്പൊ അവള് മാറും. ശ്രുതിക്കറിയില്ലേ നമുക്ക് തരേണ്ട കുഞ്ഞാണെന്ന്? കുറച്ചൊക്കെ ലാളിച്ചാ മതിയെന്ന്. അപ്പോ അതൊക്കെ അറിഞ്ഞു വേണ്ടേ അവളെ വളർത്താൻ? അതെന്താ അവള് ചെയ്യാത്തത്? ചിലപ്പോ ഇതൊക്കെ മനഃപൂർവ്വമായിരിക്കോ? എന്റെ സബി, താൻ എന്തിനാടോ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ? അതല്ല രവി, ഇപ്പോഴേ നോക്കിയില്ലെങ്കിലേ പിന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മള് സങ്കടത്തിലാവില്ലേ? അത് മാത്രമല്ല, ഇപ്പോഴേ ഫീഡിംഗ് ഒക്കെ നിർത്തി കുപ്പിപ്പാല് കൊടുത്തില്ലെങ്കില് അതൊക്കെ പ്രശ്നമാവില്ലേ? അവക്ക് അതൊരു ശീലമായി പോട്ടോ. അതൊക്കെ ശ്രുതിക്കും അറിയാവുന്നതല്ലേ. അതൊക്കെ എല്ലാം അവള് ശീലിപ്പിച്ചോളും. താൻ ടെൻഷൻ അടിക്കാതിരിക്കെ. ഏതായാലും ചടങ്ങ് നമ്മൾ കരുതിയതിനേക്കാളും ഭംഗിയായിട്ടങ്ങ് നടന്നല്ലോ, അത് മതി.
അത്രയും ആശ്വാസമായി. ബാക്കി കാര്യങ്ങളും കൂടെ അങ്ങ് നടന്നാൽ മതി ഭംഗിയായിട്ട്. ഒരുപാട് ലേറ്റായി. ഇനി വീട്ടിൽ ചെന്ന് എന്തെല്ലാം കള്ളം പറഞ്ഞല്ല. എന്താന്ന് വെച്ചാൽ ചെയ്യാം. കള്ളം പറഞ്ഞ് മടുത്തു. എന്റെ ഏഞ്ചലെ, നീ ഇത് എവിടെയാടി? ഞാനൊരു പ്രധാന ചർച്ചയ്ക്ക് വന്നതാ മോളെ. നമ്മുടെ മുടിയനില്ലേ, സുദീപിന്റെ ബ്രദർ, പുള്ളി ഒന്ന് വട്ടളക്കണ്ടേ? ഏതായാലും ഇനി കുഞ്ഞിനെ കൊണ്ടുവരാൻ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഏതാന്നൊക്കെ ഒന്ന് കുത്തിയിളക്കി നോക്കണ്ടായോ? നമുക്കറിയാലോ ഇഷയുടെ കുഞ്ഞിനെ മറ്റാരുടെയോ കുഞ്ഞാണെന്നും പറഞ്ഞ് ആളെ പറ്റിച്ചെടുത്തുകൊണ്ട് വരാൻ നോക്കുകയാണെന്നുള്ള കാര്യം. നോക്കാടി. ഞാൻ ആദ്യമായിട്ട് ആ മുടിയനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ചുമ്മാതാടി, ഒന്ന് വട്ടളക്കണ്ടേ? വരുന്നുണ്ട് സാറ്. നീ വെച്ചോ, ഞാൻ വിളിക്കാം. രവിട്ടാ, എന്തുണ്ട് വിശേഷങ്ങള്? എന്തേ വിളിച്ചേ? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാറാണല്ലോ പതിവ്. അത് ശരി. കല്യാണം വല്ലതും ആയോ? ഇല്ലെന്നേ, ഒരു ചിന്ന പ്രശ്നം. എന്തു പറ്റി? ഒരു ചെറിയ പ്രശ്നം. എന്താ പ്രശ്നം? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കേസ് ഡീൽ ചെയ്തിട്ട് വരുക. ഓരോരുത്തരുടെ ഗതികേടേ. അതിപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രവിയേട്ടനും ബാധകമാണ്. എനിക്ക് ബാധകം? അതെന്താ സാറല്ലേ? എന്താ? അല്ല, അത് ഞാനൊന്ന് ഹിന്റ് ചെയ്യണമല്ലോ. രവിയേട്ടനിപ്പോ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യല്ലേ? അതെ. അവൻ അങ്ങനെ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ആകെ ഇറങ്ങിപ്പോയി. അയ്യോ. കുഞ്ഞില്ലാത്തോണ്ട് അഡോപ്റ്റ് ചെയ്തതാ. ഇപ്പൊ അവന്റെ വൈഫ് പ്രസവിച്ചു കഴിഞ്ഞപ്പം അവൾക്ക് അഡോപ്റ്റ് ചെയ്ത കുഞ്ഞിനെ വേണ്ടെന്നായി. കോടതിയിൽ കേസായി. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. വല്ലാതെ ബുദ്ധിമുട്ടായി കാണുമല്ലോ. രവിയുടെ ഓൺലൈൻ വഴിയല്ലേ അഡോപ്ഷന്റെ പ്രൊസീജിയേഴ്സ് ഫോർവേഡ് ചെയ്തത്? അതെ, അങ്ങനെ ചെയ്തേ. വെരിഫിക്കേഷൻ കഴിഞ്ഞായിരുന്നോ? അന്വേഷണത്തിനോ? അതെന്തിനാ? അങ്ങനെ ഉണ്ട് രവിയേട്ടാ. അപേക്ഷ കൊടുത്താ പോരെ, പിന്നെ അവര് നോക്കിക്കോളൂല്ലേ? ഉണ്ട് രവിയേട്ടാ. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് 1 മാസം കഴിയുമ്പോൾ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വെരിഫിക്കേഷന് വേണ്ടി വീട്ടിൽ വരും. അതെ അതെ, വന്നിരുന്നു. ഞാനൊന്ന് വീട്ടിലില്ലായിരുന്നു. സഭ മാത്രമല്ലായിരുന്നു വീട്ടില്. ഞാനതങ്ങ് മറന്നുപോയതാ. ഞാൻ പിന്നെ ഓഫീസിൽ പോയി കണ്ട് കുറച്ച് ചില്ലറയും കൊടുത്തങ്ങ് ശരിയാക്കി. ഈ അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് രവിയേട്ടനന്ന് കൊടുത്തേ? അവനാകെ കുടുങ്ങിയിരിക്കുന്ന ഈ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിലാ. എന്തൊക്കെയാ രവിയേട്ടൻ കൊടുത്തേ? അത് എന്താ കൊടുത്തതെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. പ്രോപ്പർട്ടി സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു, പിന്നെ ഒരു ബോണ്ടും. പ്രോപ്പർട്ടിയും ബോണ്ടുവോ? അതെ. ദത്തെടുക്കാൻ പോകുന്ന കുട്ടിയുടെ പേരിൽ സ്വത്ത് എഴുതി വെക്കണമല്ലോ, പിന്നെ ബോണ്ടും കൊടുക്കണ്ടേ? ഇതൊന്നും അല്ലല്ലോ രവിയേട്ടാ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ്. രവിയേട്ടനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതാ ഞാൻ ചോദിച്ചത് രവിയേട്ടനെ എങ്ങനെ അപ്ലൈ ചെയ്തതെന്ന്. നിങ്ങൾ കരുതുന്ന ഈസി ആയിട്ട് കുഞ്ഞിനെ കിട്ടില്ല കേട്ടോ. രവിയേട്ടൻ ഏത് സൈറ്റിൽ കയറിയാ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തത്? അത് സിറലേ, ഞാനത് വേറൊരു രീതിയിലാ മൂവ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വഴി. പൊളിറ്റിക്കലിയാ. അങ്ങനെ പറ. പൊളിറ്റിക്കലി മൂവ് ചെയ്തതാ. ഏത് ഓഫീസിലാണ് കൊടുത്തേ? അത് പിന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ മറ്റേ ശിശുക്ഷേമ സമിതിയിൽ. എന്തോന്ന് രവിയേട്ടാ ഇത്? ശിശുക്ഷേമ സമിതിയിൽ കുട്ടികളെ ഇങ്ങനെ നിർത്തി വെച്ചേക്കണോ വിൽക്കാൻ? എന്താ രവിയേട്ടാ ഈ പറയണേ? ചൈൽഡ് അഡോപ്ഷന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലല്ലേ? പിന്നെ ഇങ്ങനെ ഇവിടുത്തെ ക്ഷേമ സമിതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്തോന്ന് രവിയേട്ടാ? അല്ല, അങ്ങനെ കൊടുത്താൽ മതിയെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അതുകൊണ്ടാ. അത് ഏത് വിവരം കിട്ടാനാ പറഞ്ഞത്? ആരാ അങ്ങനെ പറഞ്ഞത്? രവിയേട്ടാ നിങ്ങൾക്ക് വിശ്വസിച്ചോ? എന്റെ രവിയേട്ടാ, ഇപ്പൊ അഡോപ്ഷന്റെ പേപ്പേഴ്സ് ഒക്കെ പ്രോസസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ വിമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റാ. എത്ര നാളുകൊണ്ട് കിട്ടുമെന്ന് അവർ പറഞ്ഞത്? അതൊരു 2 മാസം കൊണ്ട് കിട്ടുമെന്ന് അവർ പറഞ്ഞത്. ഇനി ഒരു 2 ആഴ്ചക്കകത്ത് കിട്ടും. 2 ആഴ്ച കൊണ്ടോ? നിങ്ങൾക്ക് കുഞ്ഞിനെ 2 ആഴ്ച കൊണ്ട് കിട്ടുമോ? സിറിലെന്ന് എങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞത് ബോധ്യപ്പെടാത്തതുകൊണ്ടാണോ അതോ എന്നെ കളിയാക്കാണോ? അയ്യോ എന്റെ രവിയേട്ടാ, സോറി. ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല. ഞാനൊന്ന് സഹായിക്കണമെന്ന് കരുതി ചോദിച്ചു പോയതാ. 2 ആഴ്ച കൊണ്ട് കുഞ്ഞിനെ കിട്ടാനേ രവിയേട്ടൻ ഒറീസയിലോ ജാർഖണ്ഡിലോ ബീഹാറിലോ പോയാണോ ദത്തെടുക്കുന്നത്? ഒരു മലയാളി കുഞ്ഞിനെ തന്നെ വേണ്ടായോ? അതെ, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് വേണ്ടത്. എന്റെ രവിയേട്ടാ, ഇവിടെ കേരളത്തിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത് മിനിമം 1.5 വർഷമാണ്. അതൊന്നും അറിയില്ലേ? ഇത് പ്രോസസ് ചെയ്യാൻ 1.5 വർഷം വേണം. സിറിലെ, ഞാൻ ഈ അപേക്ഷ എപ്പോൾ കൊടുത്തുന്ന സിറിലിന്റെ വിചാരം? വർഷം 1.5 കഴിഞ്ഞു. അത് പറ. ഞാനേ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളങ്ങ് നീക്കി. പിന്നെ ദർശന ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമുണ്ടെന്ന്.
ഞാൻ സബിതയോടൊന്നും പറയാതെ അപേക്ഷയും കൊടുത്തു. അതിൻ്റെ ഇടയിലല്ലേ ശ്രുതിയുടെ വരവ്. അത് ശരിയാ, ശ്രുതി വന്നല്ലോ, ശ്രുതി. അതോടെ ആപ്ലിക്കേഷൻ സ്പീഡപ്പ് ചെയ്തു. ഞാനിതൊക്കെ തിരക്കിയതേ എന്തേലും തരത്തിൽ രവിയേട്ടനെ ഒന്ന് സഹായിക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കാന്ന് കരുതിയാ. ഇതിപ്പോ എല്ലാം സർക്കാർ കാര്യങ്ങളല്ലേ രവിയേട്ടാ. എവിടെയെങ്കിലും ഒന്ന് തെറ്റി ആകെ ചക്ക കുഴയുന്ന പോലെ എല്ലാം കുഴയാലേ. ശരിയല്ലേ? അതെ, ഞാൻ ചില പൊളിറ്റിക്കൽ ഇടപാടൊക്കെ നടത്തിയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ പെട്ടെന്ന് ശരിയായി കിട്ടുന്നേ. ശരിയാ, പൊളിറ്റിക്കലി ആകുമ്പോൾ എല്ലാം ശരിയാവും. എൻ്റെ രവിയേട്ടാ, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പൊളിറ്റിക്കലി ഇടപെട്ടാൽ ഇതൊക്കെ വല്ല നടക്കുമോ? നിങ്ങളെ ആരോ പറ്റിക്കുക. രവിയേട്ടൻ എത്ര തുകയാണ് അടച്ചത്? അത് ഞാനത്ര ഓർക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് വഴി അടച്ചത്. എന്താ കൊടുത്തതെന്ന് ഓർമ്മയില്ല. ഇപ്പോ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഉടനെ കിട്ടുമല്ലോ. അത് മതി. ദൈവത്തിന്റെ സിറിലെ സമയം ഒരുപാട് ലേറ്റായി. പോകുന്ന വഴി 1-2 കാര്യങ്ങളോട് എനിക്ക് സാധിക്കാനുണ്ട്. സബിത 1-2 കാര്യങ്ങൾ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല. ഇല്ല, ഞാൻ വിളിച്ചോളാം. ഓക്കെ, പോട്ടെ. ഓക്കെ. ബൈ. അതെ, ശ്രുതി ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു. പോവാന്നോ? എങ്ങോട്ട്? നാളെ രാവിലെ അരുൺ സാർ വരുമെന്ന് കൂട്ടിക്കൊണ്ടു പോയി. അപ്പൊ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണ്ടേ? ഒന്നും എനിക്കറിയില്ല. സാർ വരുമ്പോ നിങ്ങൾ തന്നെ ചോദിച്ചാ മതി. അതെന്നടി എടിപടിയെന്ന് പോകുന്നേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. എടി ഒളിച്ച് ജീവിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവായിരിക്കും. എന്റെ കർത്താവേ, ഇങ്ങനൊരു മനുഷ്യൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ. എന്നാലും എന്റെ മോളെ, ഈ 2 മാസം ഞങ്ങൾക്കൊരു മാലാകെ വിരുന്ന് കിട്ടിയ പോലായിരുന്നു. പെട്ടെന്നങ്ങ് പോവാന്നൊക്കെ പറയുമ്പോ, ഈ കുഞ്ഞങ്ങ് പോയി കഴിയുമ്പോ ഈ വീട് ഉറങ്ങിയ പോലാവും. അരുൺ സാറ് വരട്ടെ. സാറിന് ഈ സ്ഥലമൊക്കെ വലിയ ഇഷ്ടമാണെന്ന് വരുമ്പോഴൊക്കെ പറയും. എവിടെയെങ്കിലും ഒരു വീട് വെച്ച് താമസിക്കാൻ ഞാൻ പറയാം. ഏയ്, അതൊന്നും ശരിയാവില്ല. എനിക്ക് ജോലിയുള്ളതാ. അതിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. ജോലിയൊക്കെ ഉണ്ടോ? അല്ല മോളെ, നിങ്ങൾ നേരെ സാറിന്റെ വീട്ടിലേക്കാണോ പോണേ? അമ്മച്ചിയുടെ അടുത്തേക്ക്? അല്ലെങ്കിൽ മോടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ കൂട്ടിക്കൊണ്ടുപോയി? ആരും വരില്ല. അരുൺ സാറ് മാത്രമേ വരൂ. അതെ മോളെ, ഞാൻ വന്ന നാള് മുതലേ ചോദിക്കണമെന്ന് വെച്ചതാ. എന്താ കഴുത്തേലൊരു താലി ഇടാത്തെ? അല്ല, ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ ആചാരമൊക്കെ വെച്ച്. എന്നതാ അന്നമ്മേ, അതൊക്കെ ഇന്നത്തെ കാലത്ത് വല്ല കാര്യമൊന്നോ? ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് മനസ്സല്ലയോ പ്രധാനം? അല്ല, അത് ശരിയാ. അരുൺ സാറിന് അത്രയും നല്ല മനസ്സാണല്ലോ. വേണ്ട വേണ്ട വേണ്ട. വാ അന്നമ്മേ, നീ ഇങ്ങോട്ട് വാ. പറയട്ടെ. ഓ ഓ ഓ ഓ, എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? എന്തേ? വേണ്ട വേണ്ട വേണ്ട. സതീശ, ഞാൻ നാളെയും കൂടി ലീവ് പറഞ്ഞിട്ടുണ്ടേ. 1-2 പരിപാടികളുണ്ട് മിച്ചം. അത് കഴിഞ്ഞിട്ടും കുറച്ച് ബിസി ആയിരിക്കും. കുറച്ച് അമ്പല പരിപാടികളുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് നേർച്ചയൊക്കെയാ. തൽക്കാലം ആരോടും പറയണ്ട. ചെലവൊക്കെ വന്നിട്ടാവാം. ഞാൻ വിളിച്ചോളാം. സബി, നമുക്ക് വെളുപ്പിന് തന്നെ പോവാം. അതല്ലേ നല്ലത്. അപ്പോ അമ്മ ചോദിക്കില്ല രവി ഇത്ര നേരത്തെ എങ്ങോട്ടാന്ന്? ഇവിടുന്ന് അവിടെ എത്താൻ സമയമെടുക്കും. നല്ല ദൂരമുണ്ട്. അവരും യാത്ര ചെയ്ത് അത്രയും ദൂരം എത്തണ്ടേ. ഒന്നാമത് അവരെവിടെയാ താമസിക്കുന്നത് നമുക്കറിയില്ല. നമ്മളെ കാണിച്ചിട്ടുമില്ല. ഇപ്പോഴും അമ്പലത്തിൽ ചെല്ലാനല്ലേ പറഞ്ഞേക്കുന്നേ. നമുക്ക് കുറച്ച് നേരത്തെ തന്നെ പോവാം. അത് ശരിയാ. കുഞ്ഞിനെയും കൊണ്ട് 12 മണിക്ക് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് എത്തണ്ടേ? അമ്മയോട് പറഞ്ഞിരിക്കുന്നതും ഉച്ചയ്ക്ക് മുമ്പ് നമ്മളിങ്ങ് എത്തുന്ന.
അപ്പോൾ നേരത്തെ തന്നെ പോവാം. ഇനിയിപ്പോ സുദീപെങ്ങാനും കൂടെ വരുമെന്ന് എന്റെ പേടി. അതൊന്നുമില്ല. അവൻ വരാന്ന് പറഞ്ഞാലും അവള് സമ്മതിക്കില്ല ജയസുധ. അതും ശരിയാ. താൻ തന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞോ നമുക്കൊരു കുഞ്ഞിനെ കിട്ടുന്ന കാര്യം? ഞാൻ ആരോടും പറഞ്ഞില്ല രവി. കുഞ്ഞിനെ കൈ കിട്ടിയിട്ടും മതിയെന്ന് വിചാരിച്ചു. രവി എല്ലാവരോടും ഫ്ലാഷ് ആക്കിയോ? എന്റെ മനസ്സിലിരുന്നില്ലാടോ. നമ്മുടെ ഗോപി സാറിനോടും സതീഷിനോടും ഒക്കെ പറഞ്ഞു. ലീവ് എഴുതിയപ്പോ പറഞ്ഞു പോയതാ. പിന്നെ ജയസുധയുടെ കുടുംബക്കാരോടും മറ്റുമൊക്കെ പറഞ്ഞില്ലേ? ഇനിയിപ്പോ അവരും വരില്ലേ കുഞ്ഞിനെ കാണാൻ? പിന്നെ വൈകുന്നേരത്തേക്ക് അവരും കാണും. അത് ശരിയാ. പിന്നെ നമ്മൾ പോകുമ്പോ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരുമോ കുഞ്ഞിന്? എന്ത്? മിൽക്ക് ബോട്ടിലും കുഞ്ഞുടുപ്പൊക്കെ. അതൊക്കെ ഓൾറെഡി ശ്രുതി ഉപയോഗിക്കുന്നുണ്ടല്ലോ. പോരാത്തതിന് തിരിച്ചു വരുമ്പോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കാമല്ലോ. ഇപ്പൊ ഒന്നും വാങ്ങി വെക്കണ്ട രവി. Yeah.